ബിസ്മില്ല, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു നൈറ്റ് റുട്ടീനായിട്ടാണ്. ഒരു 7:30 ഒരു 10 വരെ ഉള്ളത്. അപ്പോൾ കുറച്ച് പുഴുങ്ങലരി എടുത്ത് ഞാൻ വിചാരിച്ചു പുഴുങ്ങലരി ചോറുണ്ടാക്കാം. കുറച്ച് പുഴുങ്ങലരി ഇട്ട് കഴുകി ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കുന്നത് പുഴുങ്ങലരി ചോറ്. അപ്പോൾ അതിന് കുക്കറിന് അടച്ചു വെച്ച് എന്നിട്ട് കുറച്ച് മീനുണ്ടായിരുന്നു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ മീനിനെ കഴുകി വൃത്തിയാക്കി. അതെന്താ മീനെന്ന് പേരറിയില്ല കേട്ടോ, അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. പറഞ്ഞു തന്ന അതെന്ത് മീനെന്ന് ഹസ്ബൻഡ്, പക്ഷെ എനിക്കത് മറന്നുപോയി. അതിന് ഒന്ന് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3.5 സ്പൂണ് മുളക് പൊടിയും, കുറച്ച് 1.5 സ്പൂണ് മല്ലിപ്പൊടിയും. ഇതിൽ കുറേ ആൾക്കാർ മല്ലിപ്പൊടി ഇടാതെയും മീൻ ഫ്രൈ ആക്കാൻ മസാല ആക്കും. പക്ഷെ ഞാൻ അതിൽ കുറച്ച് ഇടും. ടേസ്റ്റിനനുസരിച്ച ഉപ്പ്, പിന്നെ കുറച്ച് പുളി. അപ്പോൾ ഒരു അറിവും കൂടി പറഞ്ഞു തരാം. ഇന്ന ഖലഖ്നൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംസാജ് നബ്തലി. ഓ മനുഷ്യ, നിന്നെ സൃഷ്ടിക്കുന്നത് പരീക്ഷിക്കാൻ വേണ്ടിയാണ് എന്ന് അല്ലാഹു തആല പറഞ്ഞു. അപ്പോൾ മസാല എല്ലാം ഒന്ന് റെഡിയായി കിട്ടി. അപ്പോൾ ആ മീനിലോട്ട് നല്ല ഒന്ന് വലിച്ചു കൊടുക്കുക. നല്ല മസാല ഉള്ളിലോട്ട് വലിച്ചെടുക്കാൻ. നല്ല വലിയ മീനായിരുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നാല് മീനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ മസാല ആ 4 മീനിലോട്ട് കറക്റ്റായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതിനൊന്ന് വേറെ പ്ലേറ്റിലോട്ട് മാറ്റി വെച്ച് നമുക്കതിനെ ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ തന്നെ ഫ്രൈ ആക്കുന്നവർക്ക് അപ്പം തന്നെ ഫ്രൈ ആക്കി എടുക്കുക. ഇല്ല, ഒരു 1/2 അവർ ഫ്രിഡ്ജിലോട്ട് മാറ്റി വെക്കാം. പക്ഷെ ഞാൻ അപ്പോൾ തന്നെ ഫ്രൈ ആക്കി. ഫിഷ് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്ക് ചോറ് വെന്ത് വിഷിലായിട്ടുണ്ട്. ഞാൻ 2 വിഷിലടിക്കും കുക്കറിൽ. അപ്പോൾ അത് വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനി ഉപ്പിട്ട് ചോറങ്ങെടുത്ത് വാർക്കാം. അങ്ങനെ ഓട്ടപാത്രത്തിലോട്ട് മാറ്റിയെടുക്കും. ഇങ്ങനെ മാറ്റുമ്പോൾ ഒരു ഈസി ആയിട്ട് തോന്നുന്നു എനിക്ക്. അപ്പോൾ ഫിഷ് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം. 1 കപ്പ് മൈദ, 1 കപ്പ് ഗോതമ്പ്, കുറച്ച് ഉപ്പിട്ട് കുറച്ച് ചുടുവെള്ളത്തിൽ കുഴച്ച് ചപ്പാത്തി മാവ് റെഡിയാക്കി എടുക്കുക. ഇത് മദർ ഇൻ ലോ കേട്ടോ. ഒരു നൈറ്റ് സമയത്ത് നാഷ്ട എന്തെങ്കിലും ആക്കും. ചോറ് കഴിക്കില്ല. പച്ചറിയാണെങ്കിൽ ചോറാണെങ്കിൽ കഴിക്കും. ഇല്ലെങ്കിൽ നാഷ്ട തന്നെ എന്തെങ്കിലും ഒരു 3 കഴിക്കുള്ളൂ. അപ്പോൾ കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കി അൽഹംദുലില്ലാ ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാനെപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കിയാലും നല്ല പൊന്തി വരും കേട്ടോ. ഇന്നെന്തെന്നറിയില്ല, ഇന്ന് വീഡിയോ പിടിക്കുന്നത് കൊണ്ട് ചപ്പാത്തിക്ക് നാണക്കേടായോ എന്ന് തോന്നുന്നു. പൊന്തി വരുന്നേ ഇല്ല. ഇപ്പോൾ ചപ്പാത്തി റെഡിയായി കിട്ടി. ഇനി നമുക്ക് കറി ഉണ്ടാക്കുന്ന കറിയെല്ലാം റെഡി ആയിട്ടുണ്ട്. കടലക്കറിയാണ്. അപ്പോൾ നല്ല ചൂടായ പാനിലോട്ട് കുറച്ച് എണ്ണ ഒഴിക്കുക, കടുകിടുക. അത് പൊട്ടിയതിന് ശേഷം കടല വേവിച്ച് വെച്ചതുണ്ട്, അപ്പോൾ അതും ഇടാം. എന്നിട്ട് കറിക്ക് തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും അറിയാവുന്നതല്ല തേങ്ങ അരച്ച് വെക്കാൻ.
അപ്പോൾ ഞാൻ ഒന്നും കൂടി പറയാം. തേങ്ങയും ഒരു 2 സ്പൂൺ മുളക് പൊടി, മല്ലിപ്പൊടി 1 സ്പൂണ്, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണ്, ഉള്ളി, ടൊമാറ്റോ എല്ലാം ഇട്ട് അരച്ച്, ചെറിയ ജീരകം വലിയ ജീരകം ഇടാൻ ഇഷ്ടമുള്ളവർ അതിലിട്ടെടുക്കുക. കുറച്ച് തേങ്ങ വറുത്തരച്ചാൽ ഇനിയും ടേസ്റ്റായിട്ടുണ്ടാവും. നല്ല ചിക്കൻ മസാല എല്ലാം ഒന്ന് ഇട്ടിട്ട് നല്ല തിളച്ചതിന് ശേഷം മല്ലിയില ഇട്ട് കൊടുത്താൽ ഇനിയും കുറച്ച് ടേസ്റ്റായിട്ടുണ്ടാവും കറി. അപ്പോൾ ഈ കറിയും തിളച്ചതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. ഈ കറി തിളക്കുന്ന സമയത്ത് കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു, അതെല്ലാം ഞാൻ കഴുകിയെടുത്ത് എന്നിട്ട് വൃത്തിയാക്കി വെച്ചു. നമ്മൾ വീട് റോഡ് സൈഡാണ് കേട്ടോ. അത് ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് വണ്ടികൾ ഇങ്ങനെ പോകുമ്പോഴും കുറേ ഡിസ്റ്റർബൻസ് ഉണ്ടാവും, അതൊന്ന് ക്ഷമിക്കണേ. അൽഹംദുലില്ലാഹ് എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. ഇൻഷാ അല്ലാഹ് ഇനി ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.